വടകരയിൽ വീണ്ടും ഷാഫി പറമ്പിൽ ലീഡ് ഉയർത്തിയാണ്. 46,000 കടന്നിരിക്കുന്നു. 46,944. അതായത് വടകരയിലെ ഷാഫി പറമ്പിലിന്റെ വിജയം ഉറപ്പിക്കാവുന്ന വിധത്തിലാണ് ലീഡ് വളരെ സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. 46,944 വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ ഇപ്പോൾ മുന്നിലാണ്. KC വേണുഗോപാലിന്റെ വോട്ട് വിഹിതം 2 ലക്ഷം കടന്നിരിക്കുന്നു. KC വേണുഗോപാലും കൺസിസ്റ്റന്റായി തന്റെ ലീഡ് ഉയർത്തുന്നുണ്ട്. KCയുടെ പുതിയ ലീഡ് 33,687 രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 13,635. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയവും 44,002 വോട്ടുകൾക്ക് സുരേഷ് ഗോപി മുന്നിലാണ്. 1,00,000-ലേക്ക് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എത്തുന്നു. തൃശ്ശൂരിൽ ശക്തന്റെ തട്ടകത്തിൽ അതിശക്തനായി സുരേഷ് ഗോപിയുടെ വരവ്. മാവേലിക്കരയിലെ ഇതുവരെ എണ്ണിയ വോട്ടുകൾ 4,71,447 വോട്ടുകളാണ്. ഇനി എണ്ണാനുള്ളത് 4,06,913. അതായത് പകുതിയിലേറെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴേക്കും മാവേലിക്കരയിൽ ലീഡ് ചെയ്യുന്നത് UDF ആണ്. കൊടിക്കുന്നിൽ സുരേഷാണ്. പൊന്നാനിയിൽ സമദാനിയുടെ ലീഡ് 1,00,000-ലേക്ക് കടന്നിരിക്കുന്നു. 6 റൗണ്ട് പിന്നിട്ടപ്പോൾ ആലപ്പുഴയിൽ KCയുടെ ലീഡ് 30,000 കടന്നിരിക്കുന്നു. UPയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് 1 നിന്ന് 8 സീറ്റിൽ മുന്നിൽ എന്ന് മാത്രമല്ല, 1 സീറ്റിൽ 1,00,000-ന് മുന്നിലാണ്. 3 സീറ്റിൽ 1,50,000-ന് മുന്നിൽ എന്ന് പറയുന്നത് ചെറിയ കണക്കല്ല. ശക്തമായ മോദി വിരുദ്ധരംഗം. ഒരു കാര്യം MV നികേഷ് കുമാർ, മോദി 3 ലക്ഷം ഭൂരിപക്ഷം, ക്ഷമിക്കണം, അമിത്ഷാ 3 ലക്ഷം ഭൂരിപക്ഷം പിന്നിടുമ്പോൾ നരേന്ദ്രമോദി 1,00,000-ന് വിയർക്കുകയാണ് വാരണാസി. ഒരു സൂചനയാണ്. ഫൈസാബാദിൽ അയോധ്യ നിൽക്കുന്ന ഫൈസാബാദിൽ SP-യുടെ അവധേഷ് പ്രസാദാണ് മുന്നിൽ. ലല്ലു സിംഗ് പിറകിലാണ്. 2 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ലല്ലു സിംഗ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം BJP പിന്നോട്ടടിക്കുന്നു എന്ന് പറയുന്നത് വലിയ സൂചനയാണ്. ആലത്തൂരിലെ LDF-ന്റെ ലീഡ് 11,340. ആലത്തൂരിൽ കൺസിസ്റ്റന്റായി K രാധാകൃഷ്ണൻ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും ലീഡ് നില കുറവാണ്. മലപ്പുറത്ത് ETയുടെ ലീഡ് 1,20,20,428 വോട്ടുകൾക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോരാട്ടം നടക്കുന്ന ആറ്റിങ്ങലിൽ 7 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. 7 റൗണ്ട് പിന്നിടുമ്പോൾ ഇനി 7 റൗണ്ടുകൾ കൂടി ബാക്കി നിൽക്കുമ്പോൾ ചാലക്കുടിയിലും ഇഞ്ചോടിഞ്ച് തന്നെയാണ്. വെറും 16,347 വോട്ടുകൾ മാത്രമാണ് ബെന്നി ബെഹനാൻ മുന്നിൽ നിൽക്കുന്നത്. മാവേലിക്കരയിൽ UDF-ന്റെ ലീഡ് ആ നിലയിൽ തന്നെയാണ്. 8,109 വോട്ടുകൾക്ക് മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. 1,17,000 വോട്ടിന് ഹൈബി ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ET മുഹമ്മദ് ബഷീർ മറികടന്നിരിക്കുന്നു. മലപ്പുറത്ത് കഴിഞ്ഞ തവണ പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീർ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തെക്കാൾ മറികടന്ന് 1,4 ലക്ഷം. മോദിയുടെ ലീഡ് 64,000-ആയി ഉയർന്നിരിക്കുന്നു. മഹാരാഷ്ട്രയുടെ ലീഡ് 3 ലക്ഷമായി കഴിഞ്ഞു. മഹാരാഷ്ട്രയിലെ നില ഇതാണ്. MVA മഹാവികാസ് അഘാടി 28 സീറ്റുകൾക്ക് മുന്നിലാണ്. കോൺഗ്രസ് 10 സീറ്റിൽ, ശിവസേന ഉദ്ധവ് ഠാക്കറെ വിഭാഗം 10 സീറ്റിൽ, NCP ശരത് പവാർ വിഭാഗം 8 സീറ്റിൽ, മഹായുദ്ധി ആകെ 17 സീറ്റിൽ, BJP 11 സീറ്റിൽ, ശിവസേന 6 സീറ്റിൽ, NCP 0, അതായത് അജിത് പവാറിന് 0. കോയമ്പത്തൂർ K അണ്ണാമലൈ 3,484 വോട്ടിന് പിറകിൽ. സുരേഷ് ഗോപിയുടെ ലീഡ് 46,450. സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ തിരുവനന്തപുരം ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ എടുക്കാവുന്ന തരത്തിലല്ല. ഇനിയും എന്നാൽ അവിടെ 7. പത്തനംതിട്ടയിൽ UDF-ന്റെ ലീഡ് 20,398-ആയി ഉയർന്നിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതായത് ആന്റണി ചെറിയ ലീഡാണെങ്കിൽ പോലും ആ ലീഡ് നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പത്തനംതിട്ടയിൽ UDF-ന്റെ ലീഡ് 20,398. അവിടെ തോമസ് ഐസക്കിന് ആന്റണിയെ അട്ടിമറിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയത്തിലേക്ക് നീങ്ങുന്നു. താമര വിരിഞ്ഞിരിക്കുന്നു കേരളത്തിൽ. ചരിത്രത്തിൽ ആദ്യമായി സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ താമര വിരിയുന്നു. 46,450 വോട്ടുകൾക്ക് സുരേഷ് ഗോപി ഇപ്പോൾ മുന്നിലാണ്. കണ്ണൂരിൽ K സുധാകരന്റെ ജൈത്രയാത്ര 40,000 പിന്നിട്ടിരിക്കുന്നു. K സുധാകരൻ സിംഗിളായി വരുമെന്ന് പറഞ്ഞതുപോലെ സിംഗമായി വന്നിരിക്കുന്നു. K സുധാകരൻ ഇരട്ടിക്കരുത്തോടുകൂടി കണ്ണൂരിൽ മുന്നേറുന്നു. 40,824 വോട്ടിന്റെ ഭൂരിപക്ഷം. രാജീവ് ചന്ദ്രശേഖരൻ നില മെച്ചപ്പെടുത്തുന്നു. 13,336 വോട്ടിന്റെ ലീഡിൽ രാജീവ് ചന്ദ്രശേഖരൻ. 2 മണ്ഡലങ്ങൾ NDAക്ക് വഴി തുറക്കുന്ന കാഴ്ച, 2 മണ്ഡലങ്ങൾ LDF-ന് വഴി തുറക്കുന്ന കാഴ്ച. 2-2 LDF NDA 2-2 എന്ന നിലയിലേക്ക് കേരളം മാറുമ്പോൾ തമിഴ്നാട് പൂജ്യത്തിൽ പുറത്താക്കുന്നു. ചാലക്കുടിയിൽ UDF-ന്റെ ലീഡ് 17,526 വോട്ടുകളായി ഉയർന്നിരിക്കുന്നു. മലപ്പുറത്ത് ETയുടെ ലീഡ് 1,24,221. രാജ്മോഹൻ ഉണ്ണിത്താന്റെ ലീഡ് 15,300
98 സുരേഷ് ഗോപി 47,991 വോട്ടിന്റെ, അതായത് 50,000-ലേക്ക് സുരേഷ് ഗോപി, അരലക്ഷത്തിലേക്ക് സുരേഷ് ഗോപി കടക്കുന്നു. എല്ലാ പ്രവചനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഇപ്പോ 47,991 വോട്ടുകൾക്ക്